അവർ ഭരണത്തിലില്ലാത്തുമ്പോൾ ഒരു നിലപാടും ഭരണത്തിലുണ്ടാകുമ്പോൾ ഒരു നിലപാടും ഇരട്ടത്താപ്പ് നയം എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പ്രസ്ഥാനം. CPM ഈ കേരളക്കരയിൽ ഇല്ലാതാകുന്ന ഒരു ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലും CPM നാമാവശേഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ഭരണമാറ്റത്തിന് ശേഷം UDFിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണ സംവിധാനം അധികാരം ഏറ്റെടുത്ത് ഏകദേശം 2 മാസം പിന്നിട്ടിട്ടുള്ളൂ. 7ാമത് ഭരണ സംവിധാനമാണ് അധികാരം ഏറ്റെടുത്തിട്ടുള്ളത്. നഗരസഭയെ ഉയർത്തി 7ാമത് ഭരണസമിതിയാണ്. 7ാമത് ഭരണസമിതി ആദ്യ ബജറ്റാണ് ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ് അവതരിപ്പിച്ചത്. അതൊരു ഒട്ടനവധി ദീർഘവീക്ഷണത്തോടു കൂടി നല്ല കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മുഹമ്മദ് സലീമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച വലിയ സാമ്പത്തിക ബാധ്യത, വലിയ കടക്കണിയിലായ നഗരസഭയാണ്. അത് ഇന്ന് ബജറ്റ് പ്രസംഗത്തിൽ അവിടെ പറഞ്ഞു. ഏകദേശം 40 കോടിയോളം കടബാധ്യതയിലാണ് ഈ നഗരഭരണം UDF സംവിധാനത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വേണം പെരിന്തൽമണ്ണ നഗരത്തെ ഒരു അടിസ്ഥാന വികസന സംവിധാനം മാറ്റി എടുത്തുകൊണ്ട് നഗരവികസനം ഒരു പുതിയ കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തോടു കൂടി ഉണ്ടാക്കേണ്ടത് ഈ കടബാധ്യതയിൽ നിന്നാണ്. ആ ഒരു കടബാധ്യതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നല്ല കാഴ്ചപ്പാടോടുകൂടി വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, യുവാക്കൾക്ക് കളിക്കാൻ ആവശ്യമായ സ്റ്റേഡിയങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള പദ്ധതികളിലൂടെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് ഇന്ന് അതോടൊപ്പം തന്നെ വൃദ്ധരായ 70 വയസ്സ് കഴിഞ്ഞ ആരോരും നോക്കാനില്ലാത്ത ആളുകളെ കൂടി കണ്ടുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ഇന്ന് ആ ബജറ്റിൽ അവിടെ ബജറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരവികസനം, ആ നഗരവികസനം ബൈപ്പാസ് റോഡ് ആധുനിക സംവിധാനത്തിൽ റോഡ് വീതി കൂട്ടിക്കൊണ്ട് അവിടെ ഡ്രെയിനേജ് സിസ്റ്റം നടപ്പിലാക്കി, ആ ഡ്രെയിനേജിൽ ഇൻ്റർലോക്ക് പാകി ഡിവൈഡർ സ്ഥാപിച്ച് യാത്രക്കാർക്ക് നടക്കാനുള്ള സംവിധാനം ഒരുക്കുകയും നഗരത്തിന് മുഴുവൻ ലൈറ്റ് സംവിധാനം, ആധുനിക സംവിധാനത്തോടു കൂടി ലൈറ്റ് സംവിധാനം ഒരുക്കിക്കൊണ്ട് നല്ല ഒരു ബജറ്റാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. 30 കൊല്ലം ഈ CPM ഭരിച്ച ഈ നഗരം, ആ നഗരം എത്രമാത്രം ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നല്ല കാഴ്ചപ്പാടോടുകൂടി നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അത് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ UDFിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആ ഒരു ഭരണ സംവിധാനം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ വികസനം ഒന്നുകൂടി ആക്കം കൂട്ടാനുള്ള വലിയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഒപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലത്തൊന്നും ഈ നഗരത്തിന് കിട്ടാത്ത ഒരു സാമ്പത്തിക സ്രോതസ്സ് ഒന്ന് ഈ MLA, ഈ നഗരസഭയിലെ ഈ നഗരം ഉൾക്കൊള്ളുന്ന MLA നജീബ് കാന്തപുരം ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലം ഈ നഗരത്തിലെ MLAമാരെ ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ട് അടുപ്പിക്കാത്ത ഒരു MP മാരായിക്കോട്ടെ MLAമാരായിക്കോട്ടെ ഒരു പദ്ധതിക്ക് പോലും ഒരു പരിപാടിക്ക് പോലും വിളിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറ്റം വന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ MLAയുടെയും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം MP യുടെയും രാജ്യസഭ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും രാജ്യസഭ MP മാരുടെ അവരുടെയൊക്കെ ഫണ്ട് ഞങ്ങൾക്ക് യഥേഷ്ടം കിട്ടാൻ പോകുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ പോവുകയാണ്. അവരുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ച് ഈ നഗരത്തിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ നഗരസഭയുടെ പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ ഫണ്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതും ഈ നഗരത്തിൻ്റെ മാറ്റത്തിന് നമുക്ക് ഇത് വരാൻ പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നല്ല ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഈ ബജറ്റിലൂടെ അത് നമുക്ക് കാണാനും കഴിയും. അത് ഈ ഒരു വർഷക്കാലം നമുക്ക് ഈ ഒരു കാത്തിരുന്ന് കാണാം. ആ കാത്തിരുന്ന് കാണലിൻ്റെ കൂടെ തന്നെ വലിയൊരു മാറ്റത്തിന് ഈ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമല്ല. ഇപ്പം ഈ 30 കൊല്ലം ഈ നഗരം ഭരിച്ചിരുന്ന CPM, ആ
ആ CPM ഇപ്പോൾ പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി സമരങ്ങൾ തുടങ്ങി. ഒന്ന് ഇവിടെ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ പിന്നെ ഫണ്ട് അനുവദിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ആടിനെ പട്ടിയാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടം മാറി എന്നുള്ളത് അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏതൊരു മനുഷ്യനും. അവർക്കറിയാം ഇതിൻ്റെ സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള തൻ്റെ ഇടവും സ്വയബുദ്ധിയും ഇന്ന് സമൂഹത്തിനുണ്ട് എന്ന് പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത, ബുദ്ധി കേട് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ നടത്തിയ സമരം. ഈ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി നഗരസഭ ചെയ്യേണ്ടത് എന്താണ്? അപേക്ഷകൾ പരിശോധിച്ച് അത് അപ്രൂവ് ചെയ്യുന്ന പണി മാത്രമാണ് നഗരസഭയ്ക്കുള്ളത്. ആ നഗരസഭ കൃത്യമായിട്ട് അപേക്ഷകൾ പരിശോധിച്ച് 1900 ചില്ലാനം അപേക്ഷകൾ അപ്രൂവലാക്കി ഗവൺമെൻറ്റിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ആ 1 മാസം കഴിഞ്ഞിട്ട് പോലും അതിന് ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് അവിടെയാണ് നമ്മൾ രാഷ്ട്രീയം കാണേണ്ടത്. കൂടെ തന്നെ ഇപ്പം ഇന്നലെ ഈ ഒരു വർഷത്തേക്കുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. സെമിനാർ, ഒരു വാർഷിക പദ്ധതി അവതരിപ്പിക്കുന്ന ഒരു പിന്നെ സെമിനാർ നടക്കുകയാണ്. ആ സെമിനാർ ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ ബഹിഷ്കരിച്ചു എന്നുള്ളത് ഒരു കേട്ടുകേൾവിയില്ലാത്ത, ഈ സംസ്ഥാനത്ത് എവിടെയും ഒരു സെമിനാർ വാർഷിക പദ്ധതി ചർച്ച ചെയ്യാണ്. അവിടെ നിർദ്ദേശിക്കേണ്ട ആളുകൾ ബഹിഷ്കരിക്കുകയാണ്. എന്തൊക്കെയാണ് പദ്ധതി വേണ്ടത്, ഈ 1 വർഷത്തേക്ക് പദ്ധതികൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന CPMൻ്റെ നിലപാട് എന്താണ് എന്നറിയാം. അവർ ഈ ജനങ്ങളോട് വികസനത്തിന് എതിര് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതിൻ്റെ അവസാന ഉദാഹരണമാണ് ഇന്നലെ സെമിനാറിൽ പങ്കെടുക്കാതെ മാറി നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പഴയ കാലമല്ല എന്നുള്ളത് CPM തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുകയും ജനങ്ങൾ അവരെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം അത് തന്നെയാണ്. ഈ പിന്നെ ഇന്ന് നാളെ ചർച്ചയോടുകൂടി നമുക്കത് ബോധ്യപ്പെടും. CPMൻ്റെ നിലപാട് എന്താണ്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങളിൽ അവർ മുഖം തിരഞ്ഞ് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അവർ മുഖം തിരഞ്ഞ് നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ അവരെ കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ആരാണ്? കഴിഞ്ഞ അവരുടെ ഭരണസമിതി ഫണ്ട് പാസ്സാക്കിയതാണ്. ആ ഫണ്ടല്ലാതെ ഇവിടെ വേറൊരു ഫണ്ടും ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാനില്ലല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഓരോ സ്കൂളുകളുടെയും ഉച്ചഭക്ഷണത്തിൻ്റെ ഫണ്ടുകൾ അവിടെ ആ സ്കൂളിലെ HMമാരും അവിടുത്തെ അധ്യാപകരും താൽക്കാലികമായി തിരിമറി ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഓരോ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്കും 6 മാസത്തെയും 3 മാസത്തെയും ഫണ്ട് ഇപ്പോഴും കിട്ടാനുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഉച്ചഭക്ഷണത്തിന് അല്ലെങ്കിൽ സ്കൂളുകളിലുള്ള പ്രഭാത ഭക്ഷണത്തിന് ഫണ്ട് കൊടുത്തില്ല എന്നുള്ള നിസ്സാര പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ബഹിഷ്കരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ള ഒരു പത്രദൃശ്യ വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഭരണത്തിലില്ലാത്തുമ്പോൾ ഒരു നിലപാടും ഭരണത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു നിലപാടും ഇരട്ടത്താപ്പ് നയം എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ അവസാനം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളക്കരയിൽ അവർ ബംഗാളിലെ പോലെ അവരില്ലാതെയാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM ഈ കേരളക്കരയിൽ ഇല്ലാതാകുന്ന ഒരു ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലും CPM നാമാവശേഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് തുടക്കം കുറിച്ചതാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഒരു ഈ നഗരസഭയിലെ നല്ല ഒരു പ്രതിപക്ഷം എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ നഗരത്തിലെ ഭരണ സംവിധാനം 37 കൗൺസിലർമാർ ഒരുമിച്ച് പോകേണ്ടതാണ്. ഇതിൻ്റെ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം അതിന് നിരുത്സാഹപ്പെടുത്തുന്ന, എതിർത്തു പോകുന്ന ഒരു സാഹചര്യം ഈ ജനങ്ങളുടെ വിഷയത്തിൻ്റെ മുകളിൽ നല്ല നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. CPMൻ്റെ നല്ല രീതിയിലുള്ള സഹകരണം UDF ഭരണ സംവിധാനത്തിന് ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.